ഒരുപക്ഷെ എല്ലാ വീട്ടമ്മമാരും രാത്രി കിടക്കുമ്പോൾ ചിന്ത എന്തായിരിക്കും എന്നറിയാമോ? പിറ്റേന്ന് രാവിലെ എന്തായിരിക്കണം ഉച്ചയ്ക്ക് വെക്കേണ്ടത്? അങ്ങനെയൊരു നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്താലേ പിന്നെ പിറ്റേന്നത്തെ ജോലികൾ പെട്ടെന്നാവും കേട്ടോ. അല്ലാതെ രാവിലെ എണീറ്റിട്ട് എന്തുവാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നതിനേക്കാളും രാത്രി തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് രാത്രി കിടക്കുമ്പോൾ തന്നെ മനസ്സിൽ ചിന്തിക്കുന്ന ആളെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഏത് സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കണം. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ പല കാര്യങ്ങളാണ്. അപ്പം ഒരു പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാവും. അപ്പം രാവിലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ വലുതായിട്ടൊന്നും പച്ചക്കറികളില്ല. എൻ്റെ ഫ്രിഡ്ജിൽ ആകെയും കൂടിയുള്ളത് ഇത്രയുമാണ് കിട്ടിയത്. അതായത് ഉള്ളിത്തണ്ടും കുറച്ച് അയ്യോ എന്താണ്, വെണ്ടയ്ക്ക. എൻ്റെ ദൈവമേ, പേരുകൾ പോലും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെ ഒരു കുഞ്ഞി പാവയ്ക്കയും, വേറെ ഒന്നുമില്ല കേട്ടോ. ഒന്നുകൂടൊന്ന് തപ്പി നോക്കിയപ്പോൾ എന്താണ്, ഇല്ല, ഉറവയിൽ നിന്നും കിട്ടുന്നെന്ന് പറഞ്ഞതുപോലെ കുഞ്ഞ് 2 ബീട്രൂട്ടും കിട്ടി. അപ്പം ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ. എനിക്കിത് തന്നെ ധാരാളം. എന്നോടാണ് കളി. സ്ഥിരമായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും. എനിക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും, അത് വേറെ കാര്യം. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് സവാള, കിഴങ്ങ്, തേങ്ങ ഇതൊന്നും വീടിനകത്തില്ല, അടുക്കളയിലില്ല. ഞാൻ എപ്പോഴും അത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പം തീരുന്ന സമയത്താണ് കടയിലോട്ട് പോയി പെട്ടെന്ന് എടുത്തുകൊണ്ട് വരുന്നത്. ആദ്യമൊക്കെ കട തുടങ്ങിയ സമയത്ത് ഓരോ പ്രാവശ്യം ആവശ്യത്തിനുള്ളത് മാത്രമേ ഇവിടുന്ന് എടുത്തുകൊണ്ട് വരുവാണ്. പിന്നെ അത് മെനക്കേടാണ്, പലപ്പോഴും എടുക്കാനും മടിയാണ്. ഒന്ന് രണ്ട് വ്ളോഗുകൾ സ്ഥിരമായിട്ട് ഒന്ന് രണ്ട് പേര് എനിക്ക് കമന്റ് ഇടുന്നുണ്ട്, കട ഇപ്പോൾ ഇല്ലേന്ന്. അയ്യോ, കടയുണ്ട്, ഞാൻ എല്ലാ വ്ളോഗിലും കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചിരുന്നു കട. ജോസാനും നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയും കൂടെ ഒക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ വ്ളോഗിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ വീടുകളിലും കാണും ചെമ്പരത്തി അല്ലേ? അപ്പോൾ ചെമ്പരത്തി ഇട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നോ, ഇതിൻ്റെ പൂവ് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാറുണ്ട്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞു വെറുതെ നീട്ടുന്നില്ല. ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ പൊന്നാങ്കണ്ണി ചീര കുറേ കൂടി കൂടുതലായിട്ട് ഓരോ കവറിനകത്തൊക്കെ ആക്കി നട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പം ഈ നിൽക്കുന്ന ഒരു കവറുണ്ടല്ലോ, അതുകൂടി ഇത്തിരി വലിപ്പം വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, എൻ്റെ പച്ചമുളകിൻ്റെ തൈ നന്നായിട്ട് തഴച്ച് വളർന്നു. ഈ കമ്പോസ്റ്റ് ഇട്ടേപ്പിനാണ് കേട്ടോ ഇത് നന്നായിട്ട് കയറി വന്നത്. പക്ഷേ കുരുട് പോലെ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ എൻ്റെ തോന്നലാണോ എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം ഞാൻ നുള്ളി വിട്ടതാണ്. അതാണ് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ട്. മണ്ടയിലോട്ട് അങ്ങ് കയറി പോകുമല്ല, എല്ലാത്തിനും ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഫീലിംഗ്, ഇത് കുരുടിക്കുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിക്കുന്നുണ്ട്, എന്നും ഇതിനെ തൊട്ട് തലോടിയൊക്കെയാണ് സമയം പോകുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചു കുറേ കൂടി ഞാൻ നോക്കും, പൂത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇളം ഇലയും തണ്ടും ഒക്കെ എടുത്ത് ഞാൻ തോരൻ വെക്കും, അത് വേറെ കാര്യം. ഞാനല്ലേ ആള്, ഒന്നും വെറുതെ കളയില്ല. നമ്മുടെ അടുത്ത ബാച്ച് വാളൻപുളി വന്നു കേട്ടോ. കഴിഞ്ഞ ബാച്ച് ഞാൻ പറഞ്ഞല്ലോ ഒറ്റ കുരു പോലും ഇല്ലാത്തത് വേണമെന്നും പറഞ്ഞാണ് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഞെക്കിയും അമക്കിയും ഒക്കെ നോക്കി, കുരുവൊന്നും ഇല്ലായിരുന്നു. സാമ്പിൾ ഞാൻ എടുത്ത് യൂസും ചെയ്തു, നല്ലതായിട്ട് തോന്നി. അങ്ങനെയാണ് ഈ ഒരു ബാച്ച് അടുത്തത് എടുത്തു വെച്ചത് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു കുരു പോലും ഇല്ലാത്തത് വേണമെന്ന് പറഞ്ഞാലും ചിലർക്കെങ്കിലും ഒന്നോ രണ്ടോ കുരുവൊക്കെ കിട്ടിക്കാണും. അത് ഞാൻ ഈ സാധനങ്ങൾ ഞാൻ ഈ സ്റ്റോക്ക് എടുത്തവരെടുത്ത് അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുമ്പോൾ അവരും പറയുന്നത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ജോലിക്കാരെ നിർത്തി കുത്തിച്ചെടുക്കുന്നതാണ്, അവർക്ക് ഓരോ ദിവസത്തെ കൂലി, അവർ ചോദിക്കുന്ന കൂലി കൊടുത്താണ് ഈ പുളി കുത്തിക്കുന്നത്. എന്തെങ്കിലും ഒന്നോ രണ്ടോ ജോലിക്കാർ അതിൽ ഉടായിപ്പ് കാണിച്ചാലും അതിനകത്ത് കുരു കാണും. അവർക്ക് ഇപ്പോൾ ഓരോന്നും നമുക്ക് അതിനുള്ള എന്താണ്, റോബോട്ട് മെഷീൻ ഒന്നും ഇല്ലല്ലോ, കുരു ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴല്ലേ മനസ്സിലാവുന്നേ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ എന്താണ്, നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ, വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്കയും കിഴങ്ങും സവാളയും ഇത്രയും ഇട്ടൊരു തീയൽ വെക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടി കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ജോലിക്കാരുടെ കാര്യം പറഞ്ഞത്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ നിങ്ങളെ എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഹെൽപ്പിന് വേണ്ടി ഒരു ചേച്ചിയെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഇതുപോലെ കുടംപുളി എടുത്തിട്ട്, അതൊരു ചാക്കായിട്ടാണ് എടുക്കുന്നത്, എടുത്തിട്ട് വീണ്ടും അതിനെ സോർട്ട് ചെയ്യും. അതിനകത്തെ കുരുവും മോശമായിട്ടുള്ളതും ഒക്കെ എത്രയൊക്കെയാണേലും കാണും കേട്ടോ. അപ്പോൾ അത് ഞാനും ജോസാനോടായിരുന്നു സോർട്ട് ചെയ്തിട്ട് 1/2 കിലോ 1 കിലോ ഒക്കെ ആക്കി പാക്കറ്റാക്കി വെക്കുന്നത്. അപ്പോൾ തീരെ സമയമില്ലാഞ്ഞുകൊണ്ട് ഒരു ദിവസം ഞാൻ ആ ചേച്ചിക്ക് ഒരു ദിവസത്തെ കൂലി കൊടുത്ത് അതിന് മാത്രമായിട്ട് ഒരു ദിവസം വിളിച്ചു. പക്ഷേ നല്ല ഉടായ്പ് കാണിച്ചു അതിനകത്ത്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, അതിനകത്ത് അവർ നല്ലതുപോലെ സോർട്ടൊന്നും ചെയ്തിട്ടില്ല, വെറുതെ വാരി
അതിനകത്ത് വെച്ച് 1/2 കിലോ 1 കിലോയുടെ പാക്കറ്റാക്കി വെച്ചേക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ വീണ്ടും ഞാനും ജോസാനൂടെ കവറെല്ലാം പൊട്ടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ അത് സോർട്ട് ചെയ്തിട്ട് വീണ്ടും പാക്ക് ചെയ്തു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഡബിൾ പണിയായില്ലേന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജോലിക്കാരുടെ ഉടായ്പ എന്ന് പറയുന്നത്. അത് പിന്നെ ഞാൻ ആ പുള്ളിക്കാരിയെ വിളിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പൊ എന്റെ വ്ളോഗിൽ കാണാത്തത്. കാരണം ആത്മാർത്ഥത ഇല്ലാത്തവരെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്റെ കയ്യിൽ ആ പാവയ്ക്കയും ബീട്രൂട്ടും ഉണ്ടായിരുന്നല്ലോ, അതുള്ളതിട്ട് ഞാനൊരു മെഴുക്കുവരട്ടി വെക്കാനായിട്ടാണ്. കാസ്റ്റ് അയണിന്റെ പാത്രമാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പാത്രങ്ങളുടെ എല്ലാ ലിങ്ക് ആദ്യത്തെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നല്ല പാത്രങ്ങളാണ് കേട്ടോ. ഇത് മേറിന്റെ സ്റ്റെയിൻലെസ് കടായിയാണ്. നല്ല കടായിയാണ്. ഞാൻ പല വ്ളോഗിലും കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ തീയലിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു ഇതെല്ലാം കൂടി ഒന്ന് വഴട്ടിയെടുക്കുകയാണ് കേട്ടോ. ആരൊക്കെ ഇങ്ങനെയൊക്കെ ഉടായിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ചിലർ പക്ഷേ പറഞ്ഞേക്കാം, അയ്യേ വെണ്ടയ്ക്ക തീയലിനകത്ത് കിഴങ്ങിടുമോ എന്ന് ചോദിച്ചേക്കാം, അല്ലെ കിഴങ്ങും ഉള്ളിയും മാത്രം ഇട്ട് തീയൽ വെക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾക്ക് വായിക്ക് രുചിയായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന ഇൻഗ്രീഡിയൻസേ ഇടാവൂ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം, അല്ലാത്തവർക്ക് ഇഷ്ടമല്ലാത്തവർ ട്രൈ ചെയ്യണ്ട. അപ്പം ഉള്ളിത്തണ്ട് അരിയുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് ബീൻസ് ആണോ, അതുപോലല്ലേ അരിഞ്ഞു വീഴുന്നത്. അപ്പൊ അത് തോരൻ വെക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അതിനെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ കാസ്റ്റ് അയണിൻ്റെ പാത്രം ആയതുകൊണ്ട് ഒന്ന് ചൂടായ ഉടനെ തീ കുറച്ചിട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് നമുക്ക് അത് നല്ല മെഴുക്കുവരട്ടിയായിട്ട് കിട്ടും. ഇത് ക്ലീൻ ചെയ്യാനുള്ള മടി കൊണ്ടാണ് പലപ്പോഴും ഞാൻ കാസ്റ്റ് അയൺ എടുക്കാത്തത് കേട്ടോ. എടുക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് റെഗുലറായിട്ട് യൂസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കും. അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ ഈ തീയിലുള്ള സംഭവങ്ങൾ ഏകദേശം വഴണ്ട് വന്നു. ഇത് നിങ്ങൾക്കറിയാം, എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നവർക്കറിയാം. തേങ്ങ വറുത്തത് ധാരാളം പേര് എൻ്റെ മേടിക്കാറുണ്ട് കേട്ടോ. ഇത് കാക്കിലോടെ പാക്കറ്റാണ്. കുറേ നാളത്തേക്കുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. കാരണം ഒരു കവർ ഒത്തിരി നാളത്തേക്കുണ്ടെന്നേ, പെട്ടെന്ന് തീരത്തുമില്ല. ബൈ ചാൻസ് കനച്ചു പോയാലോ എന്ന് കരുതി ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഒത്തിരി ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ കറിക്ക് ഇപ്പോൾ ആ ചെറിയ സ്പൂണിന്, ടീസ്പൂൺ എന്ന് തന്നെ പറയാം, അതിനൊരു 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ, ഒരു 1/4 കിലോ തേങ്ങ വറുത്തത് എന്തോരം കറികൾ നമുക്ക് വെക്കാമെന്ന്. ഇതിനകത്ത് സാധാരണ പലരും വറുത്തര കൂട്ടെന്നും പറഞ്ഞ് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ടല്ലോ. ഇത് അതൊന്നുമല്ല, പ്ലെയിൻ തേങ്ങ വറുത്തതാണ്. പലരും എനിക്ക് വിദേശത്തുനിന്ന് ഓർഡർ തരുമ്പോൾ ഇത്തിരി കൂടുതൽ മൂപ്പിക്കണേന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ മൂപ്പിച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ സാധാരണ നോർമലായിട്ടുള്ളത് തന്നെ ഒട്ടും നശിച്ചു പോകത്തില്ല. എത്ര നാൾ വേണേലും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാക്കാതെ തന്നെ ഞാൻ ഡയറക്റ്റ് ഇട്ടും ചെയ്യാറുണ്ട്. ഇത് പക്ഷെ ഒന്ന് ചൂടാക്കി അതിനകത്ത് ഇത്തിരി കറിവേപ്പിലയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഫ്രിഡ്ജിൽ അല്ല വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചൂടാക്കാൻ നിൽക്കാറില്ല. ഡയറക്റ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അങ്ങ് ചെയ്തെടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം തീയലിൻ്റെ കൂട്ടൊക്കെ ഇട്ടു. എരിയും മല്ലിപ്പൊടിയൊക്കെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർക്കാം. അതിൻ്റെ ഒന്നും കണക്കൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഈ വറുത്തരച്ച കറികൾ, തേങ്ങ വറുത്തരച്ചത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. നല്ലതുപോലെ അരഞ്ഞു കിട്ടും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അരയത്തില്ല. ഞാൻ പുളിവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല, പുളി പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്. പക്ഷെ നമ്മുടെ പുളി എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആണ്, വണ്ണോ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എളുപ്പപ്പണി ചെയ്തതാണ് കേട്ടോ. പിന്നീട് പിഴിഞ്ഞൊഴിക്കണ്ടല്ലോ, അതുകൊണ്ട് അതും കൂടി ഇട്ടങ്ങ് അരച്ചെടുത്തതാണ്. അതിനുശേഷം നമ്മുടെ അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ സ്റ്റീൽ പാത്രങ്ങൾ മേടിച്ചത് കാണിച്ചില്ലായിരുന്നോ? നല്ല സൂപ്പർ പാത്രങ്ങളാണ് കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇതിനകത്താണ്. 3 പാത്രങ്ങളുണ്ട്. അതിൽ തീരെ പൊടിപ്പാത്രമാണിത്. പൊടിപ്പാത്രം എന്ന് പറഞ്ഞാലും അതൊരു വലിയ ഒരു തുറപ്പൻ പാത്രമാണ് കേട്ടോ. അതിനകത്ത് നന്നായിട്ട് സാധനം കയറും. അപ്പൊ ഇന്നത്തെ കറികളെല്ലാം ഞാൻ ഇതിനകത്താണ് അടച്ചു വെക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കുക എത്രത്തോളം അതിൽ കൊള്ളുമെന്ന്. നിങ്ങൾക്ക് സുഖമായിട്ട് ഇഷ്ടമുള്ളവർ, താല്പര്യമുള്ളവർ ഈ പാത്രം മേടിച്ചു. ഞാൻ ഗ്യാരണ്ടിയാണ്. പല ഷേപ്പിൽ ഇത് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ആപ്പിൾ ഷേപ്പാണ് മേടിച്ചത്. അല്ലാതെ പരന്നിരിക്കുന്നത് കിട്ടും, ഉരുണ്ടിരിക്കുന്നത് കിട്ടും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കറിയും റെഡിയായി. തോരന് വേണ്ടി സവാള ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഈ പാത്രം നല്ല സൂപ്പർ പാത്രമാണ് കേട്ടോ. ഇത് മേറിന്റെ സെറാമിക് പാത്രമാണ്. സൂപ്പർ എന്ന് വെച്ചാൽ ഇതിനകത്ത് എണ്ണയുടെ ആവശ്യമില്ല, എങ്കിലും ഇത് ഒത്തിരി ഒന്ന് വഴറ്റണമല്ലോ, അതിനുവേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ആ എണ്ണയ്ക്കകത്തൊന്ന് വഴട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് ഡയറക്റ്റ് മസാല ഇട്ട് ഇളക്കി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഉള്ളിത്തണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ സ്പൂണ് കണ്ടിട്ട് അയ്യോ പ്ലാസ്റ്റിക് അല്ലേ എന്ന് ചിന്തിക്കേണ്ട, ഉരുകി പോകത്തില്ലെന്ന് ചിന്തിക്കേണ്ട, അത് സിലിക്കോണിൻ്റെ സ്പൂണാണ്, തവിയാണ്. മാന്തൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ മാന്തൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. പച്ച യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. എനിക്കിത് അറിയില്ല ഒത്തിരി ഇങ്ങനാണോ മാന്തൽ, ഇത് ഒത്തിരി ഓവറായിട്ട് ഉണങ്ങിയതാണോ, ഇതിനേക്കാൾ ഉണക്ക് കുറവാണോ, ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാർക്കറ്റിൽ പോയി മാന്തലെന്ന് പറഞ്ഞു. അന്ന് ആ സമയത്ത് സീസൺ അല്ലായിരുന്നു. എന്നിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഈ സാധനം കിട്ടിയത് തന്നെ. അവരുടെ കയ്യിലും ഇല്ലായിരുന്നു, വേറെ എവിടുന്നോ വരുത്തിച്ച് തന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഞങ്ങൾ യൂസ് ചെയ്ത് തീർക്കുമായിരുന്നു. അപ്പോൾ മാന്തലിൻ്റെ തൊലി ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കും. അതിന് ശേഷമാണ് അതിൻ്റെ തൊലി ഉരിച്ചെടുക്കുന്നത്. നമ്മുടെ ഉള്ളിത്തണ്ടിന് അരപ്പായിട്ട് കൂടുതലൊന്നും എടുത്തിട്ടില്ല. മഞ്ഞപ്പൊടിയും തേങ്ങയും ഉപ്പും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടിട്ട് ഒരിത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അതിനകത്തൊന്നും വെള്ളം അധികം ഇറങ്ങിയില്ലായിരുന്നു ഉള്ളിക്കകത്തുനിന്ന്, തണ്ടിനകത്തുനിന്ന്. അതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കും. ഈ പാത്രം അടിക്ക് പിടിക്കുന്നതല്ല എങ്കിലും ഞാൻ ഇത്തിരി ഒന്ന് തളിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനും റെഡിയായി. മീൻ വറക്കാനായിട്ട് ഞാൻ ഇത്രയും എപ്പോഴും ഉണക്കമീൻ എടുക്കുമ്പോൾ നിങ്ങൾ വ്ളോഗ് ശ്രദ്ധിച്ച് കാണും, ഞാൻ കൂടുതലാണ് വറുത്ത് വെക്കുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനല്ല കേട്ടോ. എന്തായാലും ഉണക്കമീൻ വറക്കുമ്പോൾ റൂമൊക്കെ സ്മെല്ലാവും, അതിൻ്റെതായിട്ടുള്ള ഒരു കാണും പെരയ്ക്കകത്ത്. അപ്പോൾ എന്തായാലും വറക്കുമല്ലേ, അപ്പോൾ കൂടുതൽ വറുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. ആവശ്യമുള്ളപ്പോൾ ഓരോ ദിവസം എടുക്കത്തേ ഉള്ളൂ കേട്ടോ. അതിന് വേണ്ടിയാണ് എപ്പോൾ വറുത്താലും ഇങ്ങനെ കൂടുതൽ വറുക്കുന്നത്. അപ്പോൾ തോരൻ നമ്മുടെ ആ പാത്രത്തിൽ, മീഡിയം പാത്രം, ആദ്യം ചെറുതിനകത്ത് മെഴുക്കുവരട്ടി വെച്ചു, ഇതിനകത്ത് നമ്മുടെ തോരനും വെച്ചു. കണ്ടില്ലേ, ഇത്രയും തോരൻ ഇട്ടിട്ട് അതിനകത്ത് ഇനിയും കൊള്ളും. ഞാനത് അമക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. അതിനകത്ത് അടച്ചു വെച്ചു. അതിനുശേഷം കറിയാണെങ്കിലും ഇതുപോലെ വലിയ പാത്രത്തിൽ ഇട്ട് വെക്കുമായിരുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ മാന്തലും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മത്തിയാണ് ഇഷ്ടം, ജോസാനും മത്തിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എന്താണ്, അയല മീൻ ഉണങ്ങിയതും ഇഷ്ടമാണ്. മാന്തലിനോട് അത്ര വലിയ താല്പര്യമില്ല, കളയാൻ പറ്റില്ലല്ലോ നമ്മൾ. അതോ നല്ല റേറ്റ് കൊടുത്ത് മേടിച്ചതുമായിരുന്നു ആ സമയത്ത്. സീസൺ അല്ലായിരുന്നു. ഇപ്പം സീസണാണെന്നൊന്നും അറിയില്ല. ഇപ്പം ഉണക്കമീനിൻ്റെ സീസൺ അല്ല കേട്ടോ. കാരണം ഇന്നലെ ഇത്തിരി ഉണക്കമീൻ ഇവിടെ കടയിൽ വന്ന് പലരും ഉണക്കമീൻ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ടേ. അങ്ങനെ മേടിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ട്രോളിങ് തുടങ്ങാൻ പോകുന്നോ, 10-15 ദിവസം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലും ട്രോളിങ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ട്രോളിങ് തുടങ്ങുമ്പോഴാണല്ലോ മീൻ വരാത്തതും ആളുകൾക്ക് ഉണക്കമീൻ വേണ്ടത്. ഈ 3 പാത്രം കണ്ടോ, ഇതാണ് നമ്മുടെ 3 പാത്രങ്ങൾ. നല്ല ക്യൂട്ട് പാത്രങ്ങളല്ലേ, ഫ്രിഡ്ജിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, ഇഷ്ടം പോലെ സാധനം അതിനകത്ത് കൊള്ളുകയും ചെയ്യും. എന്തായാലും ഫ്രിഡ്ജ് മൊത്തവും കാലിയായി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കാക്കിടി എന്ന് പറയുന്നത് നമ്മുടെ സാലഡ് വെള്ളരി, ഒരു വെള്ളരി ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഞാനിത് ഇളക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇതിനകത്ത് സവാള ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇടാൻ മറന്നുപോയതാണ്. ഞാനിത് എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ച എനിക്ക് തോന്നുന്നു സവാള ഇല്ലെന്ന്. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ല, സവാള ഇല്ല, മറന്നുപോയതാ. അപ്പോൾ അതും കൂടി ഇട്ട് ഉച്ചക്കത്തേക്കുള്ള സംഭവം റെഡിയാക്കി. ഈ ചൂട് സമയത്ത് നിങ്ങൾ കഴിവതും സാലഡൊക്കെ കഴിക്കണം കേട്ടോ. കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അതൊക്കെ. നാരങ്ങ അച്ചാറിടാനായിട്ട് കണ്ടില്ലേ, നല്ല വിളഞ്ഞ് പഴുത്ത സൂപ്പർ നാരങ്ങ. ഞാൻ എപ്പോഴും നാരങ്ങ മേടിക്കുമ്പോൾ 4-5 എണ്ണം സെപ്പറേറ്റ് മാറ്റി വെക്കും കേട്ടോ. കാരണം ഇപ്പോൾ ഒന്നും 4-5 ഇപ്പോൾ അധികം കൂടുതലെടുത്ത് വെക്കാറുണ്ട് പേഴ്സണൽ യൂസിന് വേണ്ടി. കാരണം ഇപ്പോൾ ഡെയിലി നാരങ്ങയും ഉപ്പും സോഡായും ഒഴിച്ച്, സോഡ ശരീരത്തിന് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഡെയിലി അതാണ് ഇപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത്, സോഡ ഇട്ടാണ്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ആഹാരം അങ്ങനെ റെഡിയായി. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ കറിയും കൂട്ടാനും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ആ ഊണിന് ഭയങ്കര ടേസ്റ്റ് തോന്നാറില്ല. നിങ്ങൾ വിചാരിക്കും എന്ത് വട്ടുതരമായി പറയുന്നതെന്ന്. എന്തോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഒത്തിരി കറികളൊന്നും വേണ്ട. ഈ ഈ നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ്റെ സ്ഥാനത്ത് എനിക്ക് ആ ഉള്ളിത്തണ്ട് തോരനും ആ മീൻ വറുത്തതും മാത്രം മതി ചോറുണ്ണാൻ. അതും അല്ലെന്നുണ്ടെങ്കിൽ മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും സാലഡും, ഇത് മാത്രം മതി. ഇത്രയും കൂട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്, ഏത് കഴിക്കണമെന്ന്. അപ്പോൾ അതിനേക്കാളും എനിക്ക് ഒരു തോരനോ എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അല്ലെ ചമ്മന്തി. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. സൺഡേ ചർച്ചിൽ ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊട്ടാരക്കര വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പം പോയ വഴിക്ക് ഞാൻ ഓൾറെഡി ചോറ് രാവിലെ വെച്ചിട്ടാണ് ചർച്ചിൽ പോകുന്നത്. അപ്പോൾ ജോസൻ പറഞ്ഞു എന്തായാലും ഇറങ്ങിയതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം,
കഴിച്ചേച്ച് പോകാമെന്ന്. അങ്ങനെ കഴിക്കാൻ കയറിയതാണ്. താലിയാണ് മേടിച്ചത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ താലി കഴിക്കുന്നത്. അതായത് ഫുൾ ധാരാളം കറികൾ കൂട്ടിയിട്ട്. ബോംബെയിൽ താലി കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നോർത്തിലെ താലിയാണ് ഇഷ്ടം കേട്ടോ. അത് എനിക്കറിയില്ല, എനിക്ക് അതിനോടായിരുന്നു താല്പര്യം. നമ്മുടെ നാട്ടിലെ താലി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുറേ ചില്ലറ പില്ലറ കറികളുണ്ടായിരുന്നു. ആദ്യം ചപ്പാത്തിയും കറികളും കൊണ്ടുവെക്കും. അതിനുശേഷം ഈ ചപ്പാത്തി കഴിച്ചതിന് ശേഷം ചോറ് തരും. കറികൾ എക്സ്ട്രാ വേണമെങ്കിൽ തരും. ഞങ്ങൾ വെജിറ്റേറിയൻ ആണ് മേടിച്ചത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യാനായിരുന്നു വെജിറ്റേറിയൻ താലി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കഴിച്ചതാണ്. പായസം ഉൾപ്പെടെയായിരുന്നു. കറികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിയലുണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്, മോരുണ്ട്, പച്ചമോരുണ്ട്, രസമുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു വഴുതനങ്ങ കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് നേരെ അവിടെ സിഗ്നൽ ഉണ്ടല്ലോ. എവിടെ ഞായറാഴ്ച ആയിട്ട് വലിയ സിഗ്നൽ ഇല്ല. ഇതിന്റെ ഇടയ്ക്കൂടെ കണ്ട റോഡില്ലേ, അത് 2 വീലറേ പറ്റൂ. ഫോർവെല്ലിൽ പോകത്തില്ല, വല്ലാത്ത കയറ്റവും കുളവുമൊക്കെയാണ്. ഇന്ന് ഞായറാഴ്ച ആയോണ്ടാ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് മൊത്തം ചർച്ചക്കാരാ കൂടുതലും. രാവിലെ ഇറങ്ങും 400 രൂപ മീൻകറി. ഞാൻ ഞെട്ടിപ്പോയി. മേടിക്കാൻ ആളുണ്ട്, അതുണ്ടെങ്കിൽ വെക്കുന്നേ. നമ്മൾ 1500 രൂപയ്ക്ക് മീൻ കൊടുക്കുമ്പോ വില കൊടുക്കുമെന്ന് പറയും. ഒരു കറിക്ക്, ഒരു എണ്ണ കറിക്ക് 400 രൂപ. ഒരു കഷ്ണം നെയ്മീൻ കറി 400 രൂപ. ഒരു കഷ്ണം അല്ലാത്ത മീൻകറി, മാങ്ങ ഇട്ട മീൻകറി ഒരു പ്ലേറ്റ് 250 രൂപ. അതെന്ത് സാധാ മത്തിയോ അതിലെങ്ങാനായിരിക്കും. അല്ല, മീൻ മറ്റേത് കറിയായിട്ട് നെയ്മീനാന്ന് പറഞ്ഞു. പീസ് കറി ഒരു പീസ് കാണും 400 രൂപ. മറ്റേത് മാങ്ങ ഇട്ട മീൻകറി 250 രൂപ. ഇത് ഒന്നുമില്ലാതെ 120 രൂപ. സാധാ ഒന്നുമില്ലാതെ വെജിറ്റേറിയൻ താലി 120 രൂപ. മീനിൻ്റെ കണക്ക് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മേടിച്ചില്ല. ഞങ്ങൾ വെജിറ്റേറിയനാണ് കഴിച്ചത്. ഞങ്ങള് മീനിനകത്ത് ഇറച്ചിക്കകത്തും ഒക്കെ ജീവിക്കുന്നു. ആ പാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ സ്റ്റീൽ, ഇപ്പം നമ്മുടെ വീട്ടിലുണ്ട് അത്ര വലിയ സ്റ്റീൽ പാത്രം, വിശാലമായിട്ട് ഇളക്കി കഴിക്കാം. ഈ ഇടണ്ട, എല്ലാരും മേടിക്കും. നമ്മള് ഡെയിലി ഇപ്പൊ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. ഇത് മാത്രമേ ഇപ്പൊ കഴിപ്പിന്റെ മാത്രമേ ഉള്ളു വീഡിയോ. ഞങ്ങൾ കൊട്ടാരക്കര ചന്തമുക്കാന്ന് വെച്ചത്. നമുക്കായില്ല ആവാൻ പോകുന്നു. ചന്തമുക്കാവാൻ പോകുന്നു. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊള്ളുന്ന വെയിൽ, കേരളം പൊള്ളുന്നു എന്ന് പറഞ്ഞാലും ഒക്കത്തില്ല, ചുട്ടു പൊള്ളുന്നു. മഴ വരുമ്പോ പറയത്തില്ലേ എന്തോ ഒരു മഴയെന്ന്. അതാ, അതുപോലെ ഇപ്പൊ എന്തോ ഒരു ചൂട്. ഈ ചൂടത്ത് ഈ ട്രാഫിക്കിൽ നിൽക്കുന്നവരെ സമ്മതിക്കണം. ഇല്ല, അവർക്ക് ഡ്യൂട്ടി ഇല്ല. താണ്ട നിൽക്കുന്ന ഓടയും പിടിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞേ, ഒരു പാവം മനുഷ്യൻ. അത് പോലീസുകാരല്ല, സെപ്പറേറ്റ് ഈ കടക്കാര് പൈസ കൊടുത്ത് നിർത്തിയില്ല. അതെനിക്കറിയില്ല. അവിടെ നിൽപ്പുണ്ട്, യൂണിഫോം ഇട്ട്. നീല യൂണിഫോം ആണോ? അല്ല, കാക്കി. പോലീസുകാരല്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്ത് കഞ്ചൂസാണ് ഇവര്. മീൻകറിയുടെയൊക്കെ റേറ്റ് കേട്ടിട്ട് വെജിറ്റേറിയൻ കഴിക്കണമെന്ന് പ്ലാൻ ചെയ്താണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ, ജോസാൻ ഇടയ്ക്കൊരു ഡയലോഗ് പറഞ്ഞില്ലേ, നമ്മൾ 1400 രൂപയ്ക്ക് കൊടുത്തിട്ട് ഇത്രയും റേറ്റ് ഒന്നും ചിന്തിക്കുന്നവരുണ്ടെന്ന്. എൻ്റെ മീനച്ചാറിൻ്റെ റേറ്റാണത്. അപ്പം അതിനകത്ത് എന്തോരം കഷ്ണങ്ങളുണ്ടെന്ന് ചിന്തിച്ച് നോക്കിയാൽ 1 കിലോ മീനകത്ത് മീനച്ചാറ്. അപ്പോൾ ഇതെന്തോ റേറ്റാണെന്ന് ഞാൻ അന്നേരം അതാണ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തത് കേട്ടോ. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമല്ലോ, അങ്ങനെ കമ്പയർ ചെയ്തതാണ് കേട്ടോ. എന്തായാലും എനിക്കറിയില്ല എല്ലായിടത്തും ഈ റേറ്റൊക്കെയാണോ അവിടെ മാത്രമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ മേടിച്ച് കഴിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. ഞങ്ങൾ മേടിച്ചില്ല. എൻ്റെ അച്ചാറുകളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്തിനാണെന്നറിയാമോ? ഇപ്പം വെള്ളനാരങ്ങ. അതായത് വെള്ളനാരങ്ങ എന്ന് പറയാൻ പറ്റില്ല, വെളുത്തുള്ളി കൂടുതൽ ഇട്ടിട്ട്, അതൊരു വെളുത്തുള്ളി അച്ചാർ തന്നെയാണ്.
അതിനകത്ത് നാരങ്ങയും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. എരിക്ക് വേണ്ടി പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പം നല്ല എരിയുള്ള പച്ചമുളകാണെങ്കിൽ ഇത്ര ഇടേണ്ട ആവശ്യമില്ല. ഇതധികം എരിയില്ലാത്ത പച്ചമുളകായിരുന്നു, ചിലത് മാത്രമേ ഉള്ളായിരുന്നു എരിയുള്ളത്. അപ്പം ഞാൻ അത്യാവശ്യം എരിയുള്ള മുളകാണ് എപ്പോഴും മേടിക്കുന്നത്, അന്നേരം ഒത്തിരി ഇടേണ്ട ആവശ്യം വരത്തില്ല. ഇതിനകത്ത് മുളക് പൊടി ഇടാനും പറ്റത്തില്ലല്ലോ, എരിക്ക് വേണ്ടി നമുക്ക് പച്ചമുളക് ഇട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് ഇത്രയും പച്ചമുളക് ഇടേണ്ടി വന്നു കേട്ടോ. അത് നമ്മൾ മുളക് ഇട്ടാൽ കുറേ കഴിഞ്ഞേ അതിൻ്റെ എരി അറിയത്തുള്ളൂ, ഇറങ്ങി തുടങ്ങത്തുള്ളൂ. അപ്പോൾ വെള്ളനാരങ്ങ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതാണ്. നമുക്ക് വെളുത്തുള്ളിക്ക് വില കൂടിയ സമയത്ത് പലരും റേറ്റ് പ്രശ്നമല്ല ബെൻസി, ഞങ്ങൾക്ക് ഇട്ട് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ളിയുടെ വില കുറഞ്ഞിട്ടുണ്ട്, വീണ്ടും കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് വെള്ളനാരങ്ങ എന്ന് പറയുന്നത്. മേടിച്ചവർക്കറിയാം, 4-5 കിലോ ഒരുമിച്ച് മേടിക്കുന്നവരും ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈവൻ ചപ്പാത്തി പോലും കഴിക്കാൻ പലരും ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അതിനകത്ത് വെളുത്തുള്ളി വെറുതെ പെറുക്കി കഴിക്കാറുണ്ട്, അവസാനം നാരങ്ങ മാത്രം കിടപ്പുണ്ടെന്നും പറയാറുണ്ട്. അതൊരു എന്തായിരുന്നു, എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ഈ വെളുത്തുള്ളി നാരങ്ങ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നു അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. ഈ നാരങ്ങ ഇല്ലാതെ വെളുത്തുള്ളിയും പച്ചമുളകും ആയിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്നും ചിന്തിക്കുന്നുണ്ട്. കുറേ എൻ്റെ അടുത്ത് വെളുത്തുള്ളി അച്ചാർ ചോദിക്കാറുണ്ട്. അത് ചുമന്ന അച്ചാറാണോ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അന്നേരം വെളുത്തുള്ളി വെള്ള അച്ചാർ ഇട്ടാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ചാറെന്ന് പറയുന്നത് ഇരിക്കും തോറും കുറുകുന്നതാണ്. ആ വെളുത്തുള്ളിയിലും പച്ചമുളകിലും ഒക്കെ പിടിച്ചിരിക്കും തോറും നല്ല കൊഴുത്തിരിക്കുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അച്ചാറുകളൊക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ. ഗോഡ് ബ്ലസ് യു.